നമ്മളെ കർഷകർക്ക് വേണ്ടി തയ്യാറാക്കിയ അലൂമിനിയം ഏണിയാണിത്. ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കർഷകർക്ക്. കാരണം ഇതിൻ്റെ സ്റ്റെപ്പ് കണ്ടില്ലേ, നല്ല വീതിയുള്ള സ്റ്റെപ്പാണ്. വളരെ പെട്ടെന്ന് സുഖമായിട്ട് കയറാൻ ആളുകൾക്ക്. അതുപോലെ തന്നെയാണ് നല്ല ബലത്തിലാണ്. ആടുകയോ ഒലഞ്ചുകയോ ചെയ്യില്ല. നമുക്ക് കുരുമുളക് കറിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും വീട്ടിലുള്ള ആർക്കും സുഖമായിട്ട് കയറാം. സ്ത്രീകൾക്കോ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്ക് വേണമെങ്കിലും സുഖമായിട്ട് കയറി നമ്മുടെ ജോലി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ സ്റ്റെപ്പ് സംവിധാനിച്ചത്. നല്ല വീതിയുള്ള സ്റ്റെപ്പായത് കാരണം എത്ര സമയം വേണമെങ്കിലും നമുക്കിതിൽ നിൽക്കാം. ഇത് ഉപയോഗിച്ച് കുരുമുളക് പറിക്കാൻ വളരെ സുഖമാണ്. ഇത് 4-5 വർഷമായിട്ട് നമുക്ക് പരിചയമുള്ളതാണ്. ഈ തോട്ടത്തുനിന്ന് കഴിഞ്ഞ കൊല്ലം ഈ 72 വയസ്സായ ഞാൻ ഈ ഏണി ഉപയോഗിച്ച് 2 ചില്ലാനം കിൻഡൽ ഉണങ്ങിയ കുരുമുളക് 2 കിൻഡൽ 37 കിലോനും ഉണങ്ങിയിട്ട് പറിച്ചെടുത്തു. അത് ഈ ഏണീൻ്റെ ഒരു സൗകര്യം സുഖം തന്നെയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന അലുമിനിയം ലാഡറാണ്. ഇതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ കർഷകർക്കിടയിലേക്ക് ഒരു അലുമിനിയം ലാഡർ, അതും വളരെ പ്രോഫിറ്റബിളായിട്ട് വളരെ കംഫർട്ടബിളായിട്ടൊരു അലുമിനിയം ലാഡർ പരിചയപ്പെടുത്തുന്ന ഒരു കമ്പനിയായിരുന്നു. ആദ്യത്തെ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് നേഹ അലുമിനിയം ലാഡേഴ്സ്, അങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ പേര്. അപ്പം മലപ്പുറം ജില്ലയിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കർഷകരുടെ ഇടയിലേക്ക് എത്തിക്കുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകൾ അക്കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയ ഈ അലുമിനിയം ലാഡറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു സീസൺ നമുക്ക് ഏകദേശം മുളകുപൊറിയുടെയൊക്കെ സീസൺ തുടങ്ങാറായിരിക്കുന്നു. അതുപോലെ തന്നെ അടയ്ക്ക പറിക്കാനും അങ്ങനെ എന്താ പറയുക, വിളവെടുപ്പിൻ്റെ ഒരു സമയം ഇനി വരാൻ പോകുന്നു. അപ്പോൾ ഏറ്റവും നല്ലൊരു ചോയ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വിലയ്ക്ക്, അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് കുറേ അധികം വർഷം ലാസ്റ്റ് ചെയ്യുക, വർഷം ലൈഫ് ലോങ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുക, അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. അതിനൊപ്പം തന്നെ കുറേ അധികം പ്രോഡക്ട്സുകൾ, ലാഡറിൻ്റെയും തന്നെ കുറേ വെറൈറ്റികളുണ്ട്, തോട്ടികളുണ്ട്, അതൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളോടൊപ്പം ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഒരാളുണ്ട്, നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം. ഹായ്, വന്നേ ചോദിക്കട്ടെ, നമ്മുടെ കടയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു, സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞാൽ ആദ്യം. നമ്മളിത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടിൻ്റെയും വണ്ടൂരിൻ്റെയും ഇടയ്ക്ക് അയനിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. നമ്മളിവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ അലൂമിനിയം ലാഡർ ഉണ്ട്, അത് ഫൈബറിലുണ്ട്, അലൂമിനിയത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ 2 ഐറ്റം തോട്ടികൾ, 36 അടി ലെങ്ത് വരുന്ന 30 അടി വരുന്നതും ഫൈബറിൻ്റെയും അലൂമിനിയത്തിനും 2 ഐറ്റം തോട്ടികൾ വരുന്നുണ്ട്. ടെലസ്കോപ്പിക് ടൈപ്പാണ്. നമ്മൾ ഈ അലുമിനിയം ലാഡറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, നമ്മുടെ ഇപ്പോൾ ഒത്തിരി മാർക്കറ്റിലുണ്ട്, അതിനെ അപേക്ഷിച്ച് നമ്മുടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്, ഇതിൻ്റെ പ്രത്യേകത കർഷകർക്ക് വളരെ കംഫർട്ടായിട്ടും എളുപ്പത്തിലും ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് വെയ്റ്റ്ലെസ് ആണ്. 10 കിലോ വെയ്റ്റിലാണ് 20 അടി വരുന്നത്, 6 മീറ്റർ ലെങ്ത്തിൽ. അപ്പോൾ ഇത് വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ സ്റ്റെപ്പ് നല്ല വീതിയുള്ളത് കാരണം എന്താണ്, നമുക്ക് എത്ര സമയം വേണമെങ്കിലും കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണമെങ്കിലും ഇതിൻ്റെ സ്റ്റെപ്പിൽ നിന്നാൽ കാലിന് വേദന എടുക്കുകയോ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നല്ല ബലമാണ്, ഇങ്ങനെ ഒലഞ്ചി ആടി കളിക്കുകയും ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ, ഈ ഫൗണ്ടേഷൻ എന്ന 2 ആണിയുള്ളത് കാരണം ഇത് മണ്ണിൽ ഉറച്ചു നിൽക്കും, സ്ലിപ്പായി പോവുകയും കറങ്ങി കളിക്കുകയോ ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മുകളറ്റത്ത് വരുന്ന ട്രീ ഹോൾഡ് ക്ലാമ്പ്, അത് മരത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മരത്തിൽ നിന്ന് തെന്നിപ്പോകാനുള്ള സാധ്യതയില്ല. ട്രീ ഹോൾഡ് ക്ലാമ്പ് എന്ന് പറയുന്നത് ഇതാണ് മരത്ത് പിടിപ്പിക്കുന്ന, ഇത് നല്ല ബലത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരത്തിൽ നിന്ന് എന്താണ് സ്ലിപ്പായി പോവുകയോ തെന്നിപ്പോവുകയോ ചെയ്യില്ല. അപ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. കർഷകർക്ക്, എല്ലാവിധ കർഷകർക്കും ആർക്കും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് 20 അടിയുടെ, അതായത് 6 മീറ്റർ ലെങ്ത്തിലാണ് നമ്മളെടുത്തൊരു പീസ് ഉള്ളത്. ഇനി ഇത് പൊക്കം പോരാ എന്ന് തോന്നുന്നവർക്ക്, ഇത് അധികം ഉയരം വേണമെന്ന് തോന്നുന്നവർക്ക് എന്താണ്, ഇതിൽ നമുക്കൊരു 10 അടിയും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. 10 അടിയുടെ ഒരു പീസ് നമുക്ക് എന്താണ്, ഇങ്ങനെ ഒരു 10 അടിയുടെ പീസ് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് പുട്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണിത് 30 അടിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഇനി നീട്ടാൻ പറ്റുമോ? അതെ, 15 കിലോ വെയിറ്റ് വരുന്നുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ നീട്ടുക എന്നുള്ളത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രം ചെയ്യാവുന്നതാണ്. നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് മാക്സിമം ചെയ്യാവുന്നത് 30 അടിയാണ്. 30 അടി മാക്സിമം അല്ലേ? അതെ. അതുപോലെ തന്നെ നമുക്ക് 20 അടിയുടെ ഒരു പീസിനെ നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് 2 പാർട്ടായിട്ട് യൂസ് ചെയ്യാം. 12 അടിയുടെ ഒരു പീസും 8 അടിയുടെ ഒരു പീസായിട്ട് നമുക്ക് കൊണ്ടു നടക്കാനും തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ തിങ്ങിയ തോട്ടമാണെങ്കിലൊക്കെ അതാണ് സൗകര്യം.
അപ്പോൾ നമുക്ക് 2 പാർട്ടായിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ജോയിൻ ചെയ്താൽ ഒറ്റ പീസായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 20 അടിയെ 2 പാർട്ടാക്കിയതിന് ശേഷം നമ്മൾ ജോയിൻ്റ് ചെയ്താണ്. ഇപ്പോൾ നമുക്കിത് സിംഗിൾ ഒറ്റ 20 അടിയായിട്ട് യൂസ് ചെയ്യാം. ശരിക്കും ഇത് നോക്കി, ഇത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഇത് ജോയിൻ ചെയ്തു അല്ലേ? വളരെ സിമ്പിളായിട്ട് അതിനുവേണ്ടി സമയം കളയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ മുളക് പറിക്കാനൊക്കെ ആളുകളെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സമയം പോകുന്ന ആളുകൾക്ക് ഒരു സംശയം വരും. പക്ഷേ അതിൻ്റെ ഒരു ഇതും വരത്തില്ല. കാരണം പെട്ടെന്ന് തന്നെ ഇതുണ്ടോ, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും ഒന്നുകൂടെ പൊക്കി കാണിച്ചു, ആളുകളൊന്ന് കാണട്ടെ. ഒന്നുകൂടെ പൊക്കി കാണിച്ചത് ആ കണ്ടോ, അത് ജോയിന്റ് ആയി, സെറ്റായി. അത് ജോയിന്റ് ആയിട്ട് നമുക്ക് ഒറ്റ പീസായിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിത് അഴിച്ച് കൃഷിയിടത്തിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്ത് തരാം അല്ലേ? പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഈ പൈപ്പിന് നല്ല ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ബോൾട്ടിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മളിത് സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ ഇവിടെ ഒരു നെറ്റ് പൈപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ജിൻഡാൽ കമ്പനിയുടെ പൈപ്പാണ്. ജിൻഡാൽ കമ്പനിയുടെ വണ്ണുള്ള പൈപ്പ് കാരണം എന്താണ്, ഇത് ഒലഞ്ചി പോവുകയോ ഒലച്ചിൽ വരികയും ചെയ്യുന്നില്ല. അതുപോലെ സ്റ്റെപ്പിൻ്റെ വീതി ഒരു 150 കിലോ കപ്പാസിറ്റിയാണ് ഈ സ്റ്റെപ്പിന് പറയുന്നത്. അത്ര വെയിറ്റുള്ള ആളുകൾക്കും കയറാം. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഏണിയും ഷോപ്പും ഒക്കെ പരിചയപ്പെട്ടു, നമ്മുടെ അലുമിനിയം ലാഡറിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ നമ്മളിതൊന്ന് പ്രവർത്തിപ്പിച്ചൊക്കെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കുരുമുളക് പറിക്കുക അല്ലെങ്കിൽ മരത്തെ ചടിയാൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്കറിയണ്ട. നമുക്ക് അതൊന്ന് കാണണ്ടേ? ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് മരത്തിൽ ചാരിയിട്ട് എങ്ങനെയാണ് കുരുമുളക് പറിക്കുന്നതെന്നും തെങ്ങിൽ ചാരി എങ്ങനെ തെങ്ങിൽ കയറുന്നതെന്നൊക്കെ നമുക്ക്. അപ്പോൾ നേരെ നമ്മൾ കൃഷിയിടത്തിലേക്ക് പോകാം. നമ്മളെ കർഷകർക്ക് വേണ്ടി തയ്യാറാക്കിയ അലൂമിനിയം ഏണിയാണിത്. ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കർഷകർക്ക്. കാരണം ഇതിൻ്റെ സ്റ്റെപ്പ് കണ്ടില്ലേ, നല്ല വീതിയുള്ള സ്റ്റെപ്പാണ്. വളരെ പെട്ടെന്ന് സുഖമായിട്ട് കയറ ആളുകൾക്ക്. അതുപോലെ തന്നെയാണ് നല്ല ബലത്തിലാണ്, ആടുകയോ ഒലഞ്ചുകയോ ചെയ്യില്ല. നമുക്ക് കുരുമുളക് കറിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും, വീട്ടിലുള്ള ആർക്കും സുഖമായിട്ട് കയറാം. സ്ത്രീകൾക്കോ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്ക് വേണമെങ്കിലും സുഖമായിട്ട് കയറി നമ്മുടെ ജോലി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ സ്റ്റെപ്പ് സംവിധാനിച്ചത്. നല്ല വീതിയുള്ള സ്റ്റെപ്പായത് കാരണം എത്ര സമയം വേണമെങ്കിലും നമുക്കിതിൽ നിൽക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്ത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ട്രീ ഹോൾഡ് ക്ലാമ്പ് ഉണ്ട്. ട്രീ ഹോൾഡ് ക്ലാമ്പ് മീൻസ് നല്ല ഫൈബറിൻ്റെ സ്ട്രോങ് ആയ ക്ലാമ്പാണ്. അത് നമ്മുടെ മരത്തിൻ്റെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് ചെറുതാക്കിയും വലുതാക്കിയൊക്കെ ചെയ്തിട്ട് ചേരാം. കവുങ്ങാണെങ്കിൽ നമുക്ക് ചെറുതാക്കിയിട്ട് വെക്കാം, തെങ്ങാണെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ധൈര്യമായിട്ട് ഇതിൽ നിൽക്കാം. ഇത് തെന്നിപ്പോയി മറിഞ്ഞു പോയി എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ട്രീ ഹോൾഡ് ക്ലാമ്പ് ഇതിൻ്റെ അറ്റത്തുണ്ട്. ആ ക്ലാമ്പിൻ്റെ മുകളിലാണ് ഞാനുള്ളത്. നമ്മൾ 150 കിലോ കപ്പാസിറ്റി ഇതിന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര വെയിറ്റുള്ള ആളുകൾക്ക് ഇതിൽ കയറി പോവാം. ഇത് തെന്നിപ്പോവുകയോ സ്ലിപ്പായി പോവുകയോ ഊരിപ്പോവുകയും ചെയ്യുന്നില്ല. നല്ല ടൈറ്റിട്ട് വെച്ചതാണ്. ഓക്കെ, ഇത് വളരെ വെയിറ്റ്ലെസ് ആണ്. 10 കിലോ വെയിറ്റേ വരുന്നുള്ളൂ. ആർക്കും എടുത്തിട്ട് പൊക്കി നടക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷനാണത്. ഇതിൻ്റെ ഫൗണ്ടേഷനിൽ 2 ബോൾട്ടുള്ള കാരണം എന്താണ്, ഇത് സ്ലിപ്പായി പോയി കറങ്ങി കളിക്കുക ചെയ്യില്ല. അപ്പോൾ ഇത് നമുക്ക് തന്നെ അതുപോലെ തന്നെയാണ് കുരുമുളക് പറി മാത്രമല്ല, തെങ്ങ് ചാര, കവുങ്ങ്, അടക്ക പറിക്കുക, തേങ്ങ പറിക്കുക. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു 10 അടി കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കിത് 30 അടി വരെ ആക്കിയിട്ട് തെങ്ങിൻ്റെ മുകളിൽ വരെ എത്താം. അതുപോലെ ഇതാണ് മരത്തിൽ പിടിപ്പിക്കുന്ന സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ട്രീ ഹോൾഡ് ക്ലാമ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വണ്ണം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇപ്പോൾ വണ്ണമുള്ള മരത്തിലാണ് കുരുമുളക് അല്ലെങ്കിൽ അങ്ങനത്തെങ്കിൽ വണ്ണം കൂട്ടുക. അതുപോലെ ഇത് കവുങ്ങ് പോലത്തെ മരത്തിലാണെങ്കിൽ വണ്ണം ചെറുതാക്കിയിട്ട് വെക്കുക. ഏത് മരത്തിനും അതിൻ്റേതായ രീതിയിൽ ചെറുതാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ഉറപ്പുള്ള ക്ലാമ്പാണ്. അപ്പോൾ ഇത് കാരണം എന്താണ്, ഏണി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോവുക സ്ലിപ്പായി പോവുക ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ജിൻഡാൽ കമ്പനിയുടെ നല്ല സ്ട്രോങ് ആയ പൈപ്പാണ് ഉപയോഗിക്കുന്നതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിൽ നമ്മൾ എങ്ങനെ കയറി ഒലക്ക് ആട്ടി ചെയ്താലൊന്നും ഇതിന് പ്രത്യേകിച്ച് വലഞ്ചി പോവുക ആടിപ്പോവുക ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വില വരുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും, എത്രയാണ് വില വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 20 അടിക്ക്, അതായത് 6 മീറ്ററിന് വരുന്ന വില 8,300 രൂപയാണ്. 20 അടിക്ക് 8,300 രൂപയും. അതോടൊപ്പം തന്നെ 30 അടിയാണെങ്കിൽ 20 അടിയുടെയും 10 അടിയുടെയും ഓരോ ഫീസ് വരുന്നത്. 30 അടിയാണെങ്കിൽ 12,500 രൂപയാണ് വരുന്നത്. ഇത് ഉപയോഗിച്ച് കുരുമുളക് പറിക്കാൻ വളരെ സുഖമാണ്. ഇത് 4-5 വർഷമായിട്ട് നമുക്ക് പരിചയമുള്ളതാണ്. ഇപ്പോൾ ഈ തോട്ടത്തുനിന്ന് കഴിഞ്ഞ കൊല്ലം ഈ 72 വയസ്സായ ഞാൻ ഈ ഏണി ഉപയോഗിച്ച് 2 ചില്ലാനം കിൻഡൽ ഉണങ്ങിയ കുരുമുളക് 2 കിൻഡൽ 37 കിലോനും ഉണങ്ങിയിട്ട് പറിച്ചെടുത്തു. അത് ഈ ഏണീൻ്റെ ഒരു സൗകര്യം സുഖം തന്നെയാണ്. സാധാരണ മറ്റുള്ള ഏണികളാണെങ്കിൽ അതിൻ്റെ ഭാരം കൊണ്ട് ഒരു പക്ഷേ ഇത്ര
നീറ്റായിട്ട് പറിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ അനുയോജ്യമായതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും തോന്നില്ല. അതാണ് ഏത് വയസ്സന്മാർക്കും ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ഇത് പൊതുവെ ഉണ്ടായത് വലിയൊരു അനുഗ്രഹം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എല്ലാ കർഷകർക്കും പൊതുവെ ഇത്തരം ഏണി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് സൗകര്യമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മുടെ അലൂമിനിയം ഏണിയുടെ ഫൈബർ വേർഷനാണിത്. ഇത് 100% ഫൈബറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് പൈപ്പിന് കുറച്ച് വണ്ണം കുറവാണ്. അത് കാരണം ചെറിയൊരു ഒലച്ചിൽ വരും. പക്ഷെ അത് കരുതി എന്താണ് പൊട്ടിപ്പോകുന്നില്ല. ശരിക്കും കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇതിനും തന്നെ ഫൗണ്ടേഷൻ്റെ ആണിയുള്ളത് കാരണം സ്ലിപ്പാവുകയോ തെന്നിപ്പോയില്ല. അതുപോലെ സ്റ്റെപ്പും തന്നെ വീതി ഉള്ളത് കാരണം ഇത് 100% ഫൈബറായിട്ടാണ്, ഗ്ലാസ് ഫൈബറാണ്. അതുപോലെ നമ്മുടെ ഫൈബർ ഏണിക്ക് വരുന്നത് 7,500 രൂപയാണ്. നമ്മൾ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 ടൈപ്പ് തോട്ടിയാണ് നമ്മളെ കയ്യിലുള്ളതെന്ന്. അത് ഒന്ന് അലൂമിനിയം തോട്ടിയാണ്. അലൂമിനിയം തോട്ടി എന്ന് പറയുന്നത് ടെലസ്കോപ്പിക് ടൈപ്പാണ്. നീട്ടി ഉപയോഗിക്കുക. 36 അടിയാണ് ലെങ്ത്ത് വരുന്നത്. ഇതിന് വരുന്ന വില 7,500 രൂപയാണ്. 7,500 രൂപ. ഇതിൻ്റെ കൂടെ ഒരു കത്തിയും ഒരു മാങ്ങ പറിക്കുന്ന നെറ്റും ഉണ്ടാവും. കത്തിയും വലയുമാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാവുക. 7,500 രൂപ ഇതിന് വരുന്നത്. അപ്പോൾ ഇത് അലൂമിനിയം തോട്ടിയാണ്. അപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാകും കറണ്ട് അടിക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മളെ കൈയെത്തുന്നതിൻ്റെ പരമാവധി ഹൈറ്റിൽ ഏകദേശം ഒരു 7 അടിയിലേറെ ഹൈറ്റിൽ ലാമിനേഷൻ ഉണ്ട്. ഈ പൈപ്പിൽ കറുത്ത ബ്ലാക്ക് കാണുന്ന ഭാഗം ലാമിനേഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇത് വരുന്നത്. അത് വിചാരിച്ച ആളുകൾ ഹെവി ലൈനിലൊന്നും പൊട്ടിക്കാൻ നിൽക്കണ്ട. അത് സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒരു ഫൈബർ തോട്ടിയെ കുറിച്ച്. എൻ്റെ കയ്യിലുള്ളത് 10 അടിയുടെ 3 പാർട്ടുള്ള 30 അടിയോളം ഹൈറ്റ് വരുന്ന ഫൈബർ തോട്ടിയുള്ളത്. ഫുള്ളി ബ്ലാക്കിലാണ്. 100% ഫൈബറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും ചുരുക്കി വെച്ചാൽ 10 അടിയിൽ കിട്ടും. ഇത് ടെലസ്കോപ്പിക് ടൈപ്പാണ്. നീട്ടി ഉപയോഗിച്ചാൽ 30 അടി വരെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിലുണ്ടാകുക ഒരു കത്തി ഉണ്ട്. അതുപോലെ തന്നെയാണ് മാങ്ങ വറുക്കുന്ന നെറ്റുമാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് വാള്, അതുപോലെ പ്രൂണർ എന്നുള്ള സംഗതികളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം കത്തി, നമുക്കിത് എന്തൊക്കെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അടക്ക പറിക്കുക, തേങ്ങ പറിക്കുക, അങ്ങനെയുള്ള ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ എന്താണ് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇത് നീട്ടേണ്ടത് ഇങ്ങനെയാണ്. ഈ നെട്ട് ലൂസ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്താണ് നീട്ടി ഉപയോഗിക്കാം. ഇത് ഇതിൻ്റെ ഒരു പാർട്ട്. അതുപോലെ അത് നീളം തികയാതെ വരുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. നമുക്ക് എത്രയാണോ നീളം ആവശ്യമുള്ളത് അതിനനുസരിച്ച് നീട്ടി ഉപയോഗിക്കാം. ഇല്ലാതിങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമുക്ക് എക്സ്ട്രാ വാള്, അതുപോലെ പ്രൂണറി, 2 സംഗതികൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ ഫിക്സ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. വാള് നമുക്ക് ഇത് തോട്ടി 30 അടി ഉണ്ടെങ്കിലും ഒരു മാക്സിമം ഒരു 15 അടി വരെയൊക്കെ നമുക്കതിനെ ഷാർപ്പായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ, കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് നമ്മൾ വാൾ ഉപയോഗിച്ചിട്ട് കമ്പ് മുറിക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞ പ്രൂണറ്, നമുക്ക് ആവശ്യമുള്ള മാവും തൈ, റംബുട്ടാൻ തൈ, ഇങ്ങനെയുള്ള ഫലവൃക്ഷ തൈകളൊക്കെ പ്രൂൺ ചെയ്യാൻ, അതുപോലെ ചെറിയ കൊമ്പുകൾ, ഈ ഗ്യാപ്പിൽ വരുന്ന എല്ലാ കൊമ്പും നമുക്ക് എന്താണ് ഇതുകൊണ്ട് മുറിച്ച് മാറ്റാം. ഈ റോപ്പ് ഉപയോഗിച്ചൊന്ന് വലിച്ചു മുറിക്കലാണിത്. നമുക്ക് മാവും തൈയൊക്കെ പ്രൂൺ ചെയ്യണമെങ്കിൽ 30 അടി വരുന്ന ഫൈബർ തോട്ടി, 3 സെഗ്മെന്റ് ഉള്ള 30 അടിയുടെ ഫൈബർ തോട്ടിക്ക് മൊത്തം വരുന്ന വില എത്രയാണെന്ന് വെച്ചാൽ 6,500 രൂപയാണ് ഇതിന് വരുന്നത്. ഈ 6,500 രൂപയുടെ കൂടെ നമുക്ക് ഇതിന്റെ കൂടെ വരുന്നത് മാങ്ങ പറിക്കുന്ന ഒരു നെറ്റ് ഉണ്ടാവും, അതുപോലെ എന്താണ് ഒരു കത്തി ഉണ്ടാവും. ഇനി ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്ന 2 സംഗതികളുണ്ട് നമ്മുടെ കയ്യിൽ. ഒന്ന് പ്രൂണർ. ഈ പ്രൂണറിന് വരുന്ന വില 800 രൂപയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കൂടെ വരുന്ന മറ്റൊരു സാധനമാണ് വാള്, മരത്തിന്റെ കമ്പൊക്കെ മുറിച്ച് ഒഴിവാക്കാൻ പറ്റുന്ന വാള്. ഇതിന് വരുന്നത് ഇതും തന്നെ എന്താണ് 800 രൂപയാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഈ അലുമിനിയം വേണം. ഇത് കണ്ടോ, ഇതിൽ ആർക്ക് വേണമെങ്കിലും എത്ര പ്രായമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് കയറിപ്പോയി. 75 വയസ്സുണ്ട് അപ്പച്ചൻ കൂളായിട്ട് ഇതൊക്കെ കയറി കണ്ടോ പപ്പായൊക്കെ പറിച്ച് നിലത്തിട്ടു. അതാണ് ഈ സംഗതി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വളരെ കംഫർട്ടബിൾ ആണ്. ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം ഈ ഒരു ഏണി എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഏണിയുടെ അടിപൊളി വിശേഷമാണ് പരിചയപ്പെട്ടത്. അടിപൊളി സംഗതിയാണ് കാണിച്ചു തന്നത്. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് അടുത്ത മുളക് കറി, ഞാൻ ആദ്യം പറഞ്ഞോളൂ മുളക് കറിയുടെ സീസണാണ്. ഇനിയിപ്പോൾ വിളവെടുപ്പിൻ്റെ സീസണാണ്. അപ്പോഴത്തേക്ക് ഏണി അർജൻറ്റായിട്ട് വേണം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ധൈര്യമായി ഈ ഏണി മേടിച്ച് ഉപയോഗിക്കാൻ കഴിയും. ഇത് വർഷങ്ങളോളം നിങ്ങളുടെ വീട്ടിൽ ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് കരുതുകയും ചെയ്യാം. അങ്ങനെ നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുക, ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് ഡെലിവറി ചെയ്ത്
നൽകുന്നതാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണുന്നവരെ സ്മിജോപിംഗ് മണി സൈനിങ് ഫ്രം മകരകോയ്.